ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉണ്ണിയെ തേടിയുള്ള നമ്മുടെ ക്രിസ്തുമസ് യാത്രയുടെ 9ാം ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം ഹോളി. ക്രിസ്തുമസ് അലങ്കാരങ്ങളിലും ക്രിസ്തുമസ് ട്രീകളിലും ഇടം കണ്ടെത്തുന്ന മറ്റൊരു ക്രിസ്തുമസ് പ്രതീകമാണ് ഹോളി. ചുവന്ന പഴങ്ങളും മുള്ളാകൃതിയിലുള്ള ഇലകളുമുള്ള ഒരു ചെടിയാണ് ഹോളി. പാശ്ചാത്യ നാടുകളിലാണ് ഹോളി കൂടുതലായി കാണപ്പെടാറുള്ളത്. ഇലകളെല്ലാം കൊഴിഞ്ഞു വീഴുന്ന മരം കോച്ചുന്ന ശൈത്യത്തെയും ഹോളി അതിജീവിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു മാന്ത്രിക പരിവേഷം ഈ ഹോളിക്ക് പലപ്പോഴും നൽകപ്പെടാറുണ്ട്. ഹോളി എന്ന ഈ ക്രിസ്തുമസ് പ്രതീകത്തിന് വളരെ പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ ഇലകൾ മുള്ളാകൃതിയിലാണ് ഉള്ളത്. ഈശോ കുരിശു മരത്തിലേക്കുള്ള യാത്രയിൽ ശിരസിൽ സ്വീകരിച്ച മുൾമുടിയെ ഇത് സൂചിപ്പിക്കുന്നു. വചനം പറഞ്ഞു വെക്കുന്നു. മത്തായി സുവിശേഷം 27:29. ഒരു മുൾക്കിരീടം മെടഞ്ഞ് അവൻ്റെ ശിരസിൽ അവർ വെച്ചു, വലത്തു കൈയിൽ ഒരു ഞാങ്ങണയും കൊടുത്തു. അവൻ്റെ മുൻപിൽ മുട്ടുകുത്തിക്കൊണ്ട് യഹൂദരുടെ രാജാവേ സ്വസ്തി എന്നു പറഞ്ഞ് അവർ അവനെ പരിഹസിച്ചു. ഹോളിയുടെ ചുവന്ന പഴങ്ങൾ കാൽവരി യാത്രയിലും കുരിശു മരത്തിലും മരണത്തിന് മുൻപും അതിനിടയിലുമെല്ലാം ഈശോ ചിന്തിയ തിരുരക്തത്തെ സൂചിപ്പിക്കുന്നു. യോഹന്നാൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാം തിരുവചനം. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിലും നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിലും നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു. ചില സ്കാൻഡിനേവിയൻ ഭാഷകളിൽ ഹോളി എന്ന പദത്തിന് ക്രിസ്തുവിൻ്റെ കിരീടം എന്ന അർത്ഥവുമുണ്ട്. അപ്പോൾ 1 യോഹന്നാൻ 1:7 അവിടുത്തെ രക്തം എല്ലാ പാപങ്ങളിലും നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു. ഹോളി HOLLY ഹോളി HOLY ഈ പദവുമായി സാമ്യമുണ്ട്. പരിശുദ്ധം എന്ന് അർത്ഥം. അവിടുത്തെ രക്തം എല്ലാ പാപങ്ങളിലും നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു. ഈ ഹോളി നമുക്ക് ഈ ക്രിസ്തുമസ് കാലഘട്ടത്തിൽ തരുന്ന ബോധ്യം ഇതാണ്: പുൽക്കൂട്ടിൽ ചെന്ന് ഉണ്ണിയെ കണ്ടെത്താനാകണമെങ്കിൽ ജീവിതം, മനസ്സ്, ശരീരം എല്ലാം പരിശുദ്ധമായിരിക്കണം. മത്തായി സുവിശേഷം 5:8 ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. പുൽക്കൂട്ടിലേക്കുള്ള ഈ യാത്രയിൽ ജീവിതവും ശരീരവും മനസ്സുമെല്ലാം പരിശുദ്ധമാക്കി അങ്ങനെ ഉണ്ണിയെ മാത്രം കണ്ടെത്തുവാൻ നമുക്ക് ആഗ്രഹിക്കാം. അതിനായി പരിശ്രമിക്കാം. നാം ഇന്ന് പൂർത്തിയാക്കുന്ന 10 സ്നേഹപ്രവർത്തികളിലേക്ക് നാം പ്രവേശിക്കുന്നു. നമ്മുടെ 10 സ്നേഹപ്രവർത്തികൾ: 1 25 നോമ്പിൻ്റെ പൂർത്തീകരണം, 2 ഒരു ജപമാല, 3 ഒരു കരുണക്കൊന്ത, 4 ഇന്ന് നമ്മൾ പൂർത്തിയാക്കുന്ന സുഹൃതം, മുട്ടുകുത്തി നിന്ന് പരിശുദ്ധ അമ്മയുടെ ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായത്തിലെ പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നു. 5 1000 പ്രാവശ്യം ഈശോ നാമജപം, 6 1 മണിക്കൂർ ദിവ്യകാരുണ്യ സന്നിധിയിൽ, 7 ഒരു ആശയടക്കം. നമ്മൾ ഇന്ന് പൂർത്തിയാക്കുന്ന ആശയടക്കം കാതടക്കം. ആരും കുറ്റം പറയുന്നത് ഞാൻ കേൾക്കുവാൻ നിന്നു കൊടുക്കില്ല. 8 ഒരു വചനം പഠിക്കുന്നു. നാം ഇന്ന് പഠിക്കുന്ന വചനഭാഗം മത്തായി സുവിശേഷം 5:8 ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. 9 വചനം വായിക്കുന്നു, ഒരധ്യായം. ഇന്നത്തെ അധ്യായം വെളിപാട് പുസ്തകം 7-ാം അധ്യായം. 10 നമ്മൾ കേട്ടു. ഹോളി എന്ന ക്രിസ്തുമസ് പ്രതീകത്തെക്കുറിച്ചുള്ള വചനവ്യാഖ്യാനത്തിൻ്റെ ശ്രവണം. നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.